എല്ലാ മനുഷ്യരുടെയും ആഗ്രഹമാണ് സ്വന്തമായി ഒരു വീട് എന്നുള്ള സ്വപ്നം. നമ്മുടെ ഈ ഒരു കാലഘട്ടങ്ങളിൽ വീടിന് വേണ്ടി ലക്ഷങ്ങളാണ് നമ്മൾ സാധാരണക്കാരൊക്കെ മുടക്കേണ്ടി വരിക. ഈ ഒരു അവസരത്തിൽ നമുക്ക് 1500 രൂപയ്ക്ക് സ്വന്തമായ ഒരു വീട് സ്വന്തമാക്കാം എന്നുള്ളതാണ് ഏജന്റ് ഇപ്പോൾ ഈ ഒരു റിപ്പോർട്ടിലൂടെ കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് ചരിത്രമുറങ്ങുന്ന നമ്മുടെ ഇരിട്ടി പഴയ പാലത്തിന് മുന്നിലാണ്. ഞങ്ങൾ ഇവിടുന്ന് യാത്ര തിരിക്കുകയാണ്. കണ്ണൂർ ജില്ലയിലെ കേളകം അടക്കാത്തോടിലേക്കാണ് യാത്ര. അവിടെ 1500 രൂപയ്ക്ക് നമ്മളെയും കാത്ത് ഒരു വീടുണ്ട്. നമ്മളെ മാത്രമല്ല, നിങ്ങളെയും കാത്ത് ഒരു വീടുണ്ട്. അതിൻ്റെ വിശേഷങ്ങളാണ് ഞങ്ങൾ ഈ ഒരു റിപ്പോർട്ടിലൂടെ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ചരിത്രമുറങ്ങുന്ന ഇരിട്ടി പഴയ പാലത്തിൽ നിന്ന് യാത്ര തിരിക്കുകയാണ് കേളകം അടക്കാത്തോടിലേക്ക്. അപ്പോൾ നമ്മൾ ഇരിട്ടിയിൽ നിന്ന് പുറപ്പെട്ടിപ്പോൾ അടക്കാത്തോട് എത്തി. കേരളം കഴിഞ്ഞ് അടക്കാത്തോട് എത്തി. ഞാൻ പറഞ്ഞില്ല 1500 രൂപയ്ക്ക് നമുക്ക് വീട് സ്വന്തമാക്കാം. ഇപ്പോൾ വീടിനൊക്കെ ഒരുപാട് ലക്ഷങ്ങളാണ് ഇപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് എടുക്കാൻ വേണ്ടി ചിലവഴിക്കുക. അപ്പോൾ ഈ 1500 രൂപയ്ക്ക് വീട് നൽകുന്ന ബെന്നിച്ചേട്ടനാണ്. ഇത് അടക്കാത്തോട് ടൗണിൽ തന്നെ നമുക്ക് ബെന്നിച്ചേട്ടനെ നമ്മൾ കണ്ടുമുട്ടി. ബെന്നിച്ചേട്ടൻ നമസ്കാരം. അപ്പോൾ 1500 രൂപയ്ക്ക് ബെന്നിച്ചേട്ടൻ വീട് നൽകാൻ വേണ്ടി പോവാണ്. നമുക്ക് വീട്ടിലേക്കൊന്ന് പോവാം. എന്നിട്ട് അതിന്റെ വിശേഷങ്ങൾ നമുക്ക് നമ്മുടെ ഇത് കാണുന്ന പ്രേക്ഷകരോട് ഒന്ന് പറയാം. ഒരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി. ഇവിടെ വന്നപ്പോഴാണ് 1500 രൂപയ്ക്ക് വീട് മാത്രമല്ല, രണ്ടാം സമ്മാനമുണ്ട്. രണ്ടാം സമ്മാനം എന്ന് പറഞ്ഞാൽ താർ ജീപ്പാണ്, യൂസ്ഡ് താർ ജീപ്പാണ്. മൂന്നാം സമ്മാനം ബെന്നിച്ചേട്ടൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാറ്. നാലാം സമ്മാനം പുതിയ ബുള്ളറ്റ്. അങ്ങനെ ഒരു 4 സമ്മാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് നമ്മുടെ ബെന്നിച്ചേട്ടൻ. അപ്പോൾ ബെന്നിച്ചേട്ടൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്കറിയാം. ബെന്നിച്ചേട്ടാ, അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകും. 1500 രൂപയുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. 1500 രൂപയ്ക്ക് ആ വീട് കൊടുക്കാൻ തീരുമാനിച്ചു. ആ വീട്ടിലേക്ക് പോവാം. അപ്പോൾ വാ. ഇതാണ് നമ്മുടെ വിശേഷം അല്ലേ ബെന്നിച്ചേട്ടാ? ഇതാണ് വിശേഷം. ഇതാണ് 1500 രൂപയ്ക്ക് ഞാൻ നൽകാൻ പോകുന്ന എൻ്റെ സ്വപ്നഭവനം. സ്വപ്നഭവനമാണ്. അപ്പം ഇത് ഒരു 1500 രൂപയ്ക്ക് ഞാനൊരു നല്ലൊരു ആൾക്ക് സമ്മാനമായി നൽകാൻ 1500 രൂപ മുടക്കി 10,000 കൂപ്പണിൽ ഒരാൾക്ക് തിരഞ്ഞെടുത്ത് ഞാൻ സമ്മാനമായിട്ട് കൊടുക്കാൻ തീരുമാനിച്ചു. നറുക്കെടുപ്പിലൂടെ കൊടുക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ കൂടെ 3 സമ്മാനങ്ങൾ വേറെയുമുണ്ട്. അതിൽ രണ്ടാമത്തെ പ്രൈസ് ഒരു താർ ജീപ്പ് യൂസ്ഡ് ആണ്. മൂന്നാമത്തെ പ്രൈസ് ഞാൻ ഉപയോഗിക്കുന്ന ഒരു കാറാണ്. നാലാമത്തെ പ്രൈസ് ഒരു പുതിയ ബുള്ളറ്റും കൂടിയാണ്. അങ്ങനെയാണ് ഞാൻ എൻ്റെ ഈ സ്വപ്ന നറുക്കെടുപ്പിൽ കൂടി തന്നെ ദൈവം അനുഗ്രഹിച്ച് ഒരാൾക്ക് ഒരു ഭവനം കിട്ടട്ടെ. അപ്പോൾ ഇതാണ് ബെന്നിച്ചേട്ടൻ പറയാനുള്ളത്. അപ്പോൾ ഈ വീടിൻ്റെ ആ ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ നമുക്ക് പ്രേക്ഷകർക്ക് നമുക്കൊന്ന് കാണാം അല്ലേ ബെന്നിച്ചേട്ടാ? അതെ, ഓക്കെ. അതിൻ്റെ ഭംഗിയൊക്കെ ഒന്ന് കാണാം. ഓക്കെ. അപ്പോൾ നമ്മൾ കാട്ടുപാടത്തിൽ ബെന്നിച്ചേട്ടൻ്റെ ഈ വളരെ മനോഹരമായിട്ടുള്ള വീടിൻ്റെ ദൃശ്യങ്ങളൊക്കെ കണ്ടു. അപ്പോൾ എന്തുകൊണ്ടാണ് ബെന്നിച്ചേട്ടൻ ഈ 1500 രൂപയ്ക്ക് നമുക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഈ ഒരു സ്വപ്ന ഭവനം നമുക്ക് വേണ്ടി എന്തുകൊണ്ടാണ് തരാനുള്ള കാരണം, ഇതൊക്കെ നമുക്ക് ചോദിച്ചറിയാം. ബെന്നിച്ചേട്ടാ, എന്താണ് 1500 രൂപയ്ക്ക് നറുക്കെടുപ്പിലൂടെ ജനങ്ങൾക്ക് നൽകാൻ വേണ്ടി പോകാനുള്ള കാരണം എന്താണ്? ഇത് 2013 പണിത ഒരു വീടാണ്. അന്നേരം കടബാധ്യതകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഉണ്ടായിരുന്നില്ല. ഞാൻ ഒരു 35 വർഷമായിട്ട് ഗൾഫിലാണ്.
സൗദി അറേബ്യയിലായിരുന്നു. അവിടെ ഒരു ബിസിനസ്സിൽ ഒരു കൊറോണയുടെ സമയത്ത് ബിസിനസ് പൊട്ടിപ്പോയി. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ സ്പോൺസറുടെ പേരിലായിരുന്നു ഷോപ്പുണ്ടായിരുന്നു. ആ ഷോപ്പിൽ പുള്ളി ആ സ്പോൺസർ എന്തോ ലീഗലി അയാൾക്ക് ബ്ലാക്ക് ലിസ്റ്റിൽ പെട്ട് പിന്നെ ഷോപ്പ് ഓപ്പൺ ചെയ്യാൻ പറ്റിയില്ല. അയാൾ എവിടെ പോയെന്ന് എനിക്ക് അറിയത്തില്ല. ഞാനിവിടുന്ന് ഒരു വെക്കേഷൻ കഴിഞ്ഞ് ചെല്ലുമ്പോഴത്തേന് അയാളെ കാണാനില്ല. അതാണ് സംഭവിച്ചത്. അപ്പോൾ അവിടെ അന്നേരത്തിന് അതിൻ്റെ ലൈസൻസൊക്കെ എക്സ്പയർ ആയിപ്പോയി. 5-6 മാസം അയാളുടെ വീട്ടിൽ പോയി വന്നുകൊണ്ടിരുന്നു, അന്വേഷിച്ചുകൊണ്ടിരുന്നു. എന്തോ സംതിങ് റോങ് എന്തായിട്ട് സംഭവിച്ചതാണ്. അതുകൊണ്ടാണ് അത് അങ്ങനെ എനിക്കൊരു 2-2.5 കോടി രൂപയോളം ആ ബിസിനസ്സിൽ നഷ്ടം വന്നു. അപ്പോൾ അതിന് ശേഷം 2022 പിന്നെ ഞാനിവിടെ വന്ന് എൻ്റെ വേറെ സ്ഥലങ്ങളുണ്ടായിരുന്നു. അപ്പോൾ കുറേ കടബാധ്യതകളൊക്കെ ഉണ്ടായി. വേറെ സ്ഥലങ്ങളുണ്ടായിരുന്നു. പിന്നെ ടൗണിലൊരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു, അത് കൊടുത്തു. അങ്ങനെ കുറേ കടബാധ്യതകളെല്ലാം കുറച്ച് എല്ലാവർക്കും കൊടുത്തു തീർത്തു. എങ്കിലും പിന്നെ ബാധ്യതകളുണ്ട്. എങ്കിലും പിന്നെ വീട് വിൽക്കാൻ വേണ്ടി 2 വർഷമായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. 2 വർഷമായിട്ട് ശ്രമിച്ചിട്ടൊന്നും കുറേ പരസ്യങ്ങളും കാര്യങ്ങളും എല്ലാം കൊടുത്ത് ബ്രോക്കർമാരെ എല്ലാം ഏൽപ്പിച്ച് എന്നിട്ട് ഈ വീട് വിൽപ്പന നടക്കുന്നില്ല. അന്നേരമാണ് ബാങ്കിൽ എനിക്കൊരു 2017 എടുത്തൊരു ലോണ് 55 ലക്ഷം രൂപ പേരാവൂർ പിന്നെ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ നിന്ന് എടുത്ത ലോണുണ്ട്. ആ ലോണിൻ്റെ 5 വർഷത്തോളം അതിൻ്റെ EMI ഒക്കെ അടച്ചുകൊണ്ട് പോയിരുന്ന ഈ 2022 ശേഷം എനിക്ക് അടയ്ക്കാൻ കഴിഞ്ഞില്ല. അവിടെ നിന്ന് അതിൻ്റെ പലിശയും കൂട്ടുപലിശയൊക്കെ ആയിട്ട് ഇപ്പം 36 ലക്ഷം, 55 കൂടി ഇപ്പം 91 ലക്ഷം രൂപകളായി. അപ്പോൾ അവർ ജപ്തിയായി. അപ്പോൾ അവർ നമ്മൾ കുറച്ച് പേയ്മെൻറ്റ് നടത്തി അത് ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുകയാണ്. അപ്പം അവർ 1 മാസത്തെ അവധിയാണ് തന്നിരിക്കുന്നത്. ജൂൺ 30 വരെയാണ് തന്നിരിക്കുന്നത്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ വൈഫ് സുഖമില്ലാതായി, ക്യാൻസറായിട്ട് കിടപ്പിലാണ്. കോഴിക്കോട് മാവൂരല്ല മുക്കത്തെ MBR ക്യാൻസർ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റിലാണ്. ഒരു മോളുണ്ട്. മോള് 2ാം വർഷം ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ ബാംഗ്ലൂരിൽ. അപ്പോൾ അവരുടെ 2 പേരുടെയും ചിലവുകളും കാര്യങ്ങളും നമുക്കിപ്പം അഭിമുഖീകരിക്കേണ്ട ഒരവസ്ഥയുണ്ട്. അതിൻ്റെ കൂടുതൽ വീട് ഈ ബാങ്കിൻ്റെ ഒരു ജപ്തി നടപടികളും അതിൽ നിന്ന് രക്ഷ നേടണം. അങ്ങനെ വിചാരിക്കുമ്പോഴാണ് ഒരു മാർഗം കാണാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ആശയമായിട്ട് മുന്നോട്ട് വന്നത്. വിൽപ്പന നടക്കാത്തതുകൊണ്ടാണ് മാത്രമാണ് ഇങ്ങനെ ഇത് വന്നത്. ഒരു 1500 രൂപ ഒരു കൂപ്പണ് വില വെച്ചിട്ട് അങ്ങനെ ഒരു 10,000 കൂപ്പൺ ഇഷ്യൂ ചെയ്തു. അതിലൊരു 4000 കൂപ്പൺ ഓൾറെഡി വിറ്റ് പോയിട്ടുണ്ട്. ബാക്കി നമുക്കൊരു ടാർഗറ്റ് എന്ന് പറയുന്ന ഒരു 8000 കൂപ്പൺ വിൽക്കണം. എങ്കിൽ മാത്രമേ ഇത് വിജയിക്കുകയുള്ളൂ. കാരണം ഈ ബാങ്കിലെ കടബാധ്യതയും തീർത്ത് സെക്കൻഡ് പ്രൈസ് ഒരു താർ ജീപ്പും, തേർഡ് പ്രൈസ് ഞാൻ ഉപയോഗിക്കുന്ന ഒരു കാറ്, ഫോർത്ത് പ്രൈസ് ഒരു പുതിയൊരു ബുള്ളറ്റും മേടിച്ചു കൊടുക്കണം. അതിനെല്ലാം കൂടെയുള്ളൊരു ഫണ്ടെന്ന് പറയുന്നത് ഈ 8000 കൂപ്പൺ വിറ്റാലേ നടക്കുകയുള്ളൂ. അതുകൊണ്ട് ഇതൊരു ആദ്യമേ നറുക്കെടുപ്പ് മെയ് 25 തീരുമാനിച്ചതായിരുന്നു. പക്ഷേ ഈ കൂപ്പൺ ഇത്രയും വിൽപ്പന നടക്കാത്തതുകൊണ്ട് അതിനിടയ്ക്ക് ഒരു 10-25 ദിവസം ഈ UPI പേയ്മെൻറ്റ് എല്ലാവരും ഗൂഗിൾ പേയ്മെൻറ്റ് ചെയ്തപ്പോൾ അതെല്ലാം ബ്ലോക്കായിപ്പോയി. എന്ന് വെച്ചാൽ നമ്മുടെ എല്ലാം ഒരു കറണ്ട് അക്കൗണ്ട് വേണം. നമ്മുടെ എല്ലാം സേവിങ് അക്കൗണ്ട് ആയതുകൊണ്ട് അതിൽ കുറച്ച് പേയ്മെൻറ്റുകൾ വരുമ്പോഴത്തേന് ബ്ലോക്കായി പോകും. അങ്ങനെ പിന്നെ ഇരട്ടി 2-3 ബാങ്കുകാർ നമുക്കൊരു പേഴ്സണൽ കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് തന്നു. ഇപ്പോൾ ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടു. അപ്പം അതിൻ്റെ കൂട്ടത്തിലാണ് ഇപ്പോൾ ഒരു പുതിയൊരു ഇതുപോലത്തെ ഒരു വീടിൻ്റെ നറുക്കെടുപ്പ് കർണാടക സ്റ്റേറ്റിൽ കൂർഗിൽ നടന്നു. അതിൽ ഒരു ബ്ലോഗർ ഒരു നറുക്കെടുത്ത രീതി ശരിയായില്ലെന്ന് പറഞ്ഞ് അതിൻ്റെ ന്യൂസുകൾ ഇവർ സോഷ്യൽ മീഡിയ വന്നു. അതിൻ്റെ ഒരു പ്രതിഫലനമായിട്ട് നമുക്ക് അതിൻ്റെ ഒരു ക്ഷീണം സംഭവിച്ചിട്ടുണ്ട്. ഇതും ഒരു തട്ടിപ്പാണോ എന്നുള്ളത് ഒരു സംഭവിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് കുറേ വിൽപ്പനയൊക്കെ ഇപ്പോൾ സ്റ്റോപ്പായതുപോലെയായി. ഇപ്പോൾ 2-3 കൂപ്പണൊക്കെ ഡെയിലി വിൽപ്പന നടക്കുന്നുള്ളൂ. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ന്യൂസ് കൊടുത്ത് ഞാനൊരു കേരളത്തിൽ ഒരു പ്രസ് മീറ്റൊക്കെ നടത്തി ആണ് ഇത് മാറ്റി വയ്ക്കപ്പെട്ട ഒരു വാട്സപ്പ് ഒരു ഗ്രൂപ്പും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അതിൽ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ അപ്ഡേഷൻ എല്ലാം കൊടുത്തുകൊണ്ടിരിക്കും. എപ്പോഴാണ് നറുക്കെടുപ്പ്, നമുക്കൊരു 8000 കൂപ്പൺ എത്തുമ്പോൾ നമ്മളതിൽ എല്ലാവരെയും അറിയിച്ചിട്ട് ഒരു വിത്തിൻ 3 ദിവസം കൊണ്ട് എല്ലാവരെയും അറിയിച്ച് നറുക്കെടുപ്പ് നിയമപരമായിട്ട് നമ്മുടെ ഇവിടുത്തെ പഞ്ചായത്തിലെ പ്രസിഡൻറ്റും അങ്ങനെയുള്ള വാർഡ് മെമ്പർമാരും അവരുടെ സാന്നിധ്യത്തിലും അതുപോലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ പിന്നെ നേതാക്കന്മാരുടെ സാന്നിധ്യത്തിലായിരിക്കും ഈ നറുക്കെടുപ്പ് നടത്തുക. അതിലൊരു കൃത്രിമം ഉണ്ടാകത്തില്ല. അതാണ് എനിക്ക് ഈ നല്ലവരായ നാട്ടുകാരോട് ആദ്യമായിട്ട് പറയാനുള്ളത്. ഒരു കൃത്രിമം കാണിക്കാതെ. ഇപ്പോൾ ഒരു കൃത്രിമം നടന്നുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് ഇത് പറയുന്നത്. ഒരു കൃത്രിമമില്ലാതെ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് സാന്നിധ്യത്തിലും
പിന്നെ വേണ്ടപ്പെട്ട അധികാരികളുടെ സാന്നിധ്യത്തിലായിരിക്കും ഇത് നിയമപരമായിട്ട് തന്നെ നറുക്കെടുപ്പ് സുതാര്യമായി നടത്തപ്പെടും. അതാണ് എല്ലാവർക്കും ഞാനൊരു വാഗ്ദാനം കൊടുക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് എല്ലാ നല്ലവരായ ആൾക്കാരും ഇതിൽ സഹകരിച്ച് എന്നെ വിജയിപ്പിക്കണം എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഒരപേക്ഷയാണ്. ഏകദേശം 35 വർഷം പ്രവാസ ലോകത്ത് നിന്ന് സമ്പാദിച്ച തുകയൊക്കെ മുടക്കി നിർമ്മിച്ച ഈ വീട് ഇപ്പോൾ വിൽക്കാനുള്ള കാരണം ഒരുപാട് കൊറോണയ്ക്ക് ശേഷം ഒരുപാട് ബാങ്ക് കടങ്ങളും കാര്യങ്ങളൊക്കെ വന്നു. അതുപോലെ തന്നെ ബെന്നിച്ചേട്ടൻ്റെ വൈഫിന് ചെറിയൊരു അസുഖവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് സാമ്പത്തികം ഒരുപാട് കണ്ടെത്താനുണ്ട്. ഒരു മകളാണുള്ളത്. മകളുടെ പഠിപ്പുമായി ബന്ധപ്പെട്ട് തുക കണ്ടെത്തണം. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയാണ് 2 വർഷക്കാലമായി നമ്മുടെ ബെന്നിച്ചേട്ടൻ ഈ ഒരു വീട് വിൽക്കാൻ വേണ്ടി ഇവിടെ പരസ്യങ്ങളൊക്കെ നൽകുന്നു. പക്ഷേ യാതൊരു വിൽപ്പന നടക്കുന്നില്ല. അതുകൊണ്ടാണ് ബെന്നിച്ചേട്ടൻ 1500 രൂപ വെച്ചിട്ട് കൂപ്പൺ എടുക്കുന്നവർക്ക് 1ാം സമ്മാനമായി നൽകുന്നത് അദ്ദേഹത്തിൻ്റെ സ്വപ്ന ഭവനമാണ്, ഈ വീടാണ്. 2ാം സമ്മാനമായി നൽകുന്നത് ഒരു താർ ജീപ്പാണ്, യൂസ്ഡ് താർ ജീപ്പാണ്. 3ാം സമ്മാനമായി നൽകുന്നത് ഒരു അദ്ദേഹം തന്നെ ഉപയോഗിക്കുന്ന ഒരു നീല കാറാണ്. 4ാം സമ്മാനമായി നൽകുന്നത് ഒരു ബുള്ളറ്റാണ്. അങ്ങനെ നമ്മൾ ഇപ്പോൾ ലോട്ടറിയൊക്കെ നമ്മൾ എടുക്കാറുണ്ട്. ഒരുപാട് പേര് ഓണം ബമ്പറൊക്കെ എടുക്കാറുണ്ട്. പക്ഷേ നമ്മളൊരു വീട് വെക്കാനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടൊക്കെ ആയിരിക്കും ലോട്ടറി എടുക്കുന്നത്. പക്ഷെ നമുക്ക് 1500 രൂപയ്ക്കാണ് ബെന്നിച്ചേട്ടൻ്റെ ഈ സ്വപ്ന ഭവനം നമുക്ക് സ്വന്തമാക്കാൻ വേണ്ടി ബെന്നിച്ചേട്ടൻ അതിവിടെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കാണുന്ന പ്രേക്ഷകർ എന്തായാലും ഒരു കൂപ്പൺ എങ്കിലും എടുക്കണം. ഓരോരുത്തരും ഒരു കൂപ്പണെങ്കിലും എടുക്കണം. കാരണം ഇത് ബെന്നിച്ചേട്ടന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു ഉപകാരം കൂടിയാണ്. ഇതിൻ്റെ നറുക്കെടുപ്പിലൂടെയുള്ള വിജയിക്ക് കിട്ടുന്നത് 100 ഇരട്ടി സന്തോഷവുമാണ്. അപ്പോൾ ബെന്നിച്ചേട്ടൻ 100% സന്തോഷത്തോടെയാണ് ഈ ഒരു പരിപാടിയെ മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇതിന് ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ്, അതുപോലെ തന്നെ ഇവിടുത്തെ അധികൃതർ എല്ലാവരുടെയും ഫുൾ സപ്പോർട്ടുണ്ട്. ഈ നാട്ടുകാരുടെ ഒക്കെ സപ്പോർട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, കർണാടകത്തിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നപ്പോൾ ഒരു ബ്ലോഗർ അത് കൃത്രിമമാണ്, ഇത് ശരിയായില്ല എന്നൊക്കെ ഒരു അഭിപ്രായങ്ങളൊക്കെ പറയുകയുണ്ടായി. പക്ഷേ അതുപോലെയല്ല, ഇത് കൃത്യമായി അധികൃതരുടെ സാന്നിധ്യത്തിൽ തന്നെ നറുക്കെടുത്തുകൊണ്ട് 1500 രൂപ മുടക്കി കൂപ്പൺ എടുക്കുന്നവർക്ക് ഈ ബെന്നിച്ചേട്ടൻ്റെ ഈ സ്വപ്ന ഭവനവും കൂടാതെ 3 സമ്മാനങ്ങളും നമുക്ക് കരസ്ഥമാക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഈ ഒരു ആശയവുമായി മുന്നോട്ടിറങ്ങിയ ബെന്നിച്ചേട്ടന് ഏജനറ്റിൻ്റെ എല്ലാവിധ പിന്തുണയും അറിയിക്കുകയാണ്. ഈ കാണുന്ന സ്വപ്ന ഭവനം സ്വന്തമാക്കാൻ വെറും 1500 രൂപ മാത്രം മതി. അപ്പോൾ ഇത് കാണുന്ന പ്രേക്ഷകർ എന്തായാലും ഇതിൻ്റെ ഏത് അക്കൗണ്ടിലേക്കാണ് പണം അയക്കേണ്ടത്, ഗൂഗിൾ പേ നമ്പർ അടക്കം ഞങ്ങൾ ഇതിനകത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് കാണുന്ന പ്രേക്ഷകർ എന്തായാലും ഒരു ഭാഗ്യ പരീക്ഷണല്ലേ, ഒരു നറുക്ക് അങ്ങ് എടുക്ക്. ചിലപ്പോൾ ശരിയാവും, ചിലപ്പോൾ ശരിയാവൂല. അപ്പോൾ ക്യാമറമാൻ ഷിജു അബ്രാഹിമിനൊപ്പം ശ്രീവേഷ്കർ, ഏജന്റ് ന്യൂസ്. ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു നിമിഷം, സുന്ദരമായ വീട് എന്ന സ്വപ്നത്തിന്റെ പടിവാതിൽക്കൽ ഞാനിതാ നിൽക്കുന്നു. പക്ഷേ ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം, ഫർണിച്ചർ എവിടെ നിന്നാണ് വാങ്ങുക? ഈ ചോദ്യത്തിന് ഏറ്റവും മികച്ച ഉത്തരം എനിക്ക് ലഭിച്ചു. അതെ, പയ്യാവൂരിലുള്ള ഹോംസ്കേപ്പ്. ഹോംസ്കേപ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും, ഇത് ഫർണിച്ചർ ഇന്റീരിയർ ഉൽപ്പന്നങ്ങളുടെ ഒരു വിസ്മയ ലോകം തന്നെ. എത്ര മനോഹരമായ ഡിസൈനുകൾ, എത്ര വൈവിധ്യമുള്ള കളക്ഷനുകൾ, എത്ര ഹൃദ്യമായ ഓഫറുകൾ. അതെ, എന്റെ സ്വപ്ന ഭവനത്തിന് ഫർണിച്ചർ ഹോംസ്കേപ്പിൽ നിന്ന് തന്നെ. മൈ ഹോം, മൈ ഫർണിച്ചർ ഹോംസ്കേപ്പ്. ഹോംസ്കേപ്പ് ഫർണിച്ചർ ഇന്റീരിയർ ലൈറ്റിംഗ്, പയ്യാവൂർ, കണ്ണൂർ. മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ HNN. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ 9447691771 9074215391. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജന്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.